വന്ധ്യത. മനുഷ്യരിൽ സ്ത്രീ പുരുഷ പങ്കാളികൾ കുടുംബാസൂത്രണ മാർഗങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഒരു വർഷത്തിന് ശേഷം ഗർഭിണിയാകാൻ കഴിയാത്തതാണ് വന്ധ്യത. വന്ധ്യയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. ചിലത് മെഡിക്കൽ ഇടപെടലിന് ചികിത്സിക്കാൻ കഴിയും. 1997-ലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഭിന്നലിംഗക്കാരായ ദമ്പതികളിൽ 5% പേർക്കും വന്ധ്യയുമായി ബന്ധപ്പെട്ട പരിഹരിക്കാനാകാത്ത പ്രശ്നമുണ്ട്. എന്നിരുന്നാലും നിരവധി ദമ്പതികൾ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും സ്വമേധയാ കുട്ടികളില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നു. 12% മുതൽ 28% വരെയാണ് കണക്കാക്കുന്നത്. മനുഷ്യരിൽ കുട്ടികളുണ്ടാകാത്ത അവസ്ഥയെയാണ് വന്ധ്യത എന്നു പറയുന്നത്. ഇൻഫെർട്ടിലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. കൂടുതൽ വ്യക്തമായി നിർവചിക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു വർഷം എങ്കിലും ഒന്നിച്ചു താമസിക്കുകയും സ്വാഭാവികമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ദമ്പതികൾക്ക് ഒരു വർഷത്തിന് ശേഷവും ഗർഭധാരണം സാധിക്കാത്ത അവസ്ഥയെയാണ് വന്ധ്യത എന്നു പറയുന്നത്. ആർത്തവചക്രത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായി വരുന്ന അണ്ഡവിസർജന കാലത്താണ് ഓവ്യുലേഷൻ സ്ത്രീകളിൽ ഗർഭധാരണ സാധ്യത ഏറ്റവും കൂടുതലുണ്ടാവുക. ആർത്തവം ആരംഭിക്കുന്ന ദിവസം 1 എന്ന് കണക്കാക്കിയാൽ 9-ാം ദിവസത്തിനും 18-ാം ദിവസത്തിനുമിടക്കാവും ഓവുലേഷൻ നടക്കാൻ സാധ്യത കൂടുതൽ. ഈ ദിവസങ്ങളിൽ കുറച്ചു മാസമെങ്കിലും നിരോധനമാർഗമൊന്നുമില്ലാതെ സംഭോഗത്തിൽ ഏർപ്പെട്ടിട്ടും ഗർഭധാരണം നടന്നില്ലെങ്കിൽ അത് വന്ധ്യത മൂലമാകാം. ആർത്തവചക്രവും സുരക്ഷിതകാലവും ശാസ്ത്രീയമായി മനസ്സിലാക്കിയാൽ ഓവുലേഷൻ സാധ്യത തിരിച്ചറിയാം. സ്ത്രീക്ക് ഉണ്ടാക്കുന്ന രതിമൂർച്ച പോലും ഗർഭധാരണത്തിനുള്ള സാധ്യത കൂട്ടുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. കാരണങ്ങൾ: ദമ്പതിമാരുടെ പ്രായം, ജീവിതരീതി, ആരോഗ്യാവസ്ഥ, ലൈംഗികബന്ധത്തിന്റെ സ്വഭാവം, രോഗങ്ങൾ, ലഹരി ഉപയോഗം, ഉറക്കക്കുറവ് തുടങ്ങിയ പല അവസ്ഥകളും ഇതിനു കാരണമാകുന്നു. അമിതമായി എണ്ണ, കൊഴുപ്പ്, മധുരം, ഉപ്പ്, അന്നജം എന്നിവ അടങ്ങിയ അനാരോഗ്യകരമായ ഭക്ഷണം വന്ധ്യത ഉണ്ടാക്കാൻ പ്രധാന കാരണമാണ്. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, പലഹാരങ്ങൾ, ചോറ്, ബിരിയാണി, നെയ്യ് തുടങ്ങിയവ ഉദാഹരണം. ശാരീരിക വ്യായാമക്കുറവ്, അമിതവണ്ണം തുടങ്ങിയവയെല്ലാം പ്രമേഹം, ഹൃദ്രോഗം, PCOS എന്നിവയും വന്ധ്യയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന മറ്റ് രോഗങ്ങൾ എന്നിവയ്ക്കും കാരണമാകും. പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, പരിപ്പുവർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട, കൊഴുപ്പ് നീക്കിയ പാൽ തുടങ്ങിയവ ഉൾപ്പെടുന്ന പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങളും ദീർഘകാലത്തേക്ക് സമീകൃതാഹാരവും തിരഞ്ഞെടുക്കുന്നത് ലൈംഗികവും പ്രത്യുൽപാദനപരവുമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പതിവായ വ്യായാമം ശരീരത്തിലെ രക്തയോട്ടം, ഹോർമോൺ സന്തുലിതാവസ്ഥ, പൊതുവായ ആരോഗ്യം തുടങ്ങിയവ മെച്ചപ്പെടുത്തുകയും ഇത് ലൈംഗികശേഷിയും പ്രത്യുൽപാദന ആരോഗ്യവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പുകവലി അല്ലെങ്കിൽ പുകയില ഉപഭോഗം ലൈംഗികവും പ്രത്യുൽപാദനപരവുമായ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കും. പുരുഷന്മാരിൽ ഇത് ശുക്ലത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും ഹോർമോൺ അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുകയും ലിംഗത്തിന്റെ ഉദ്ധാരണശേഷിക്കുറവിന് കാരണമാകുകയും ചെയ്യും. അമിതമായി മദ്യപിക്കുന്നത് പുരുഷന്മാരിൽ ബീജത്തിന്റെ ആരോഗ്യത്തിനെ ബാധിക്കാറുണ്ട്. സ്ത്രീകളിൽ ഇത് അസാധാരണമായ ആർത്തവചക്രം, അണ്ഡോൽപാദന തകരാറുകൾ എന്നിവയിലേക്ക് നയിക്കുന്നു. ഇതെല്ലാം വന്ധ്യതയ്ക്ക് കാരണമാകാം. ഉറക്കക്കുറവ് ശരീരഭാരം വർദ്ധിക്കാനും ഹോർമോൺ സന്തുലനത്തെ ബാധിക്കുവാനും പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് കാരണമാവുകയും ഇത് വന്ധ്യയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരഭാരം കൂടുതലുള്ള സ്ത്രീപുരുഷന്മാരിൽ വന്ധ്യയുടെ നിരക്ക് കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു.